ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മുട്ടത്തോട് കൊണ്ട് ക്രിസ്മസ് പപ്പേനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ മുട്ടത്തോണ്ട് നന്നായി കഴുകിയെടുത്തിട്ട് അതിൽ റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ റെഡ് കളർ പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് പപ്പയുടെ തലയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി വേറൊരു മുട്ടത്തോണ്ട് എടുത്തിട്ട് ഇതുപോലെ ഞാനൊരു പകുതി ഷേപ്പിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് ഭാഗവും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള സാധാരണ പശ കൊണ്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫെവി ബോണ്ടോ അങ്ങനെയുള്ള നല്ല ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്ത് ഒട്ടിക്കുക. അടുത്തത് നമുക്ക് തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് അതൊരു കോൺ ഷേപ്പിൽ ആക്കി ഒട്ടിച്ചെടുത്തിട്ട് അതിന് റെഡ് കളർ പെയിൻറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു തൊപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ മുട്ടത്തൊണ്ടിനോടുകൂടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ തൊപ്പിക്ക് ചുറ്റും ഒന്ന് കോട്ടൺ യൂസ് ചെയ്തൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അറ്റത്തും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തൊപ്പിക്ക് നല്ലൊരു ഭംഗി കിട്ടും. നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ തൊപ്പി ആണൊരു ഗുമ്മായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ തൊപ്പി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ പഞ്ഞി ഉപയോഗിച്ച് താടിയും പുരികവും അതുപോലെ തന്നെ മീശയും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ പഞ്ഞി കൊണ്ട് ഇതുപോലെ താടിയുടെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ താടി കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ചെറുതാക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ക്രിസ്മസ് പപ്പയുടെ കണ്ണിന് വേണ്ടി ഇതുപോലൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലൊരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്ലാക്ക് സ്കെച്ചും വെച്ച് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കണ്ണിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് പിരികം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പുരികവും മീശയും ഒട്ടിച്ചു കൊടുക്കാം.
ഞാനിവിടെ ക്രിസ്മസ് പപ്പയുടെ മുടിക്ക് പകരം കോട്ടൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക് സൈഡിലെ മുട്ടത്തോട് കോട്ടൺ യൂസ് ചെയ്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാന്റയെ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഞാനിവിടെ സാൻഡയുടെ ചുണ്ടിന് വേണ്ടി റെഡ് കളർ പേപ്പറിൽ നിന്ന് ഇത് ചുണ്ടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നിന്ന് ചുണ്ടിൻ്റെ അവിടെ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൈയും ഷൂസൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് കൈയും ഷൂസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് പപ്പനെ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഈ തൊപ്പിയുടെ അറ്റത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ക്രിസ്മസ് പപ്പയെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. ക്രിസ്മസ് ട്രീ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ ക്രിസ്മസ് പപ്പ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.